ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 കൊരിന്ത്യർ 9:14 വായിക്കുന്നു. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തലിക അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും പ്രതിപാദിക്കുന്ന വേദഭാഗമാണ് ഈ അധ്യായം. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാറാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പഴയ നിയമ പുരോഹിതന്മാരുടെ ദൃഷ്ടാന്തം ആധാരമാക്കി പൗലോസ് പറഞ്ഞിരിക്കുന്നു. യേശു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് സുവിശേഷത്തിനായി അയക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുക്കുവിൻ, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. സുവിശേഷം പ്രഖ്യാപിക്കുന്നവരോട് സുവിശേഷത്തിൽ നിന്ന് ഉപജീവനം തേടുവാൻ കർത്താവ് നിർദ്ദേശിക്കുന്നു. ശുശ്രൂഷകന്മാർ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കേണ്ടവരാകയാൽ സ്വയം പോറ്റപ്പെടുവാൻ നിർബന്ധിതരായി തീർന്നാൽ ലോകപരമായ ജോലികളിലും കച്ചവടത്തിലും അകപ്പെട്ട് യഥാർത്ഥ ശുശ്രൂഷയിൽ നിന്നും വ്യതിചലിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷകർ അതിസമ്പന്നരോ ദരിദ്രരോ ആയിത്തീരാതെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന നിലവാരത്തിൽ അവരെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്ന് 1 തിമോത്തിയോസ് 5 നാം വായിക്കുന്നു. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. ഒരു ശുശ്രൂഷകൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടതിനായി കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ആത്മീകമായി വിതയ്ക്കുന്നവരാകയാൽ ന്യായമായും ശുശ്രൂഷ അനുഭവിക്കുന്നവർ തങ്ങളെ വചനം പഠിപ്പിച്ചവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ ഭാഗാലുക്കളാകേണ്ടതാകുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ശുശ്രൂഷകൻ ശുശ്രൂഷ അനുഭവിക്കുന്നവരിൽ നിന്ന് പിന്തുണ ലഭിക്കുവാൻ അവകാശമുണ്ടെന്നുള്ള തത്വമാണ്. കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.